നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് നിരന്തരം പരീക്ഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. പലതും മറ്റു രാജ്യങ്ങളെപ്പോലെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ വിജയം കൊയ്യാറുമുണ്ട്. അത്തരത്തിൽ ശത്രുതാവളങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള ഡ്രോൺ വികസിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഇന്റലിജൻസ് നിരീക്ഷണ ആവശ്യങ്ങൾക്കായുള്ള ഡ്രോൺ ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ചെടുത്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വന്നത്. ഖർഗ എന്ന ഭാരം കുറഞ്ഞ ഡ്രോണാണ് സൈന്യം വികസിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഇത് നിർണായകമായ പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 700 ഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ഈ ഡ്രോണിനെ കൊണ്ട് സാധിക്കും. GPS, ഉയർന്ന ക്വാളിറ്റിയുള്ള ക്യാമറ എന്നീ സൗകര്യങ്ങൾ ഈ ഡ്രോണിന്റെ പ്രത്യേകതയാണ്. ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്ത് സ്ഫോടക വസ്തുക്കൾ കൊണ്ടിട്ട് ആക്രമണം നടത്താൻ സാധിക്കുന്നതിനാൽ ഈ ഡ്രോണിനെ സൂയിസൈഡ് ഡ്രോൺ എന്നും അറിയപ്പെടുന്നു. 30,000 രൂപ മാത്രമാണ് ഡ്രോൺ നിർമ്മിക്കാനുള്ള ചെലവെന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇത്തരം ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഖർഗയുടെ റേഞ്ച് 1.5 കിലോമീറ്ററാണ്. 1000 കിലോമീറ്റർ വരെ പറക്കാൻ ശേഷി നൽകുന്ന സ്വദേശി നിർമ്മിത എഞ്ചിനുള്ള ചാവേ റോബോട്ടുകൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് അവതരിപ്പിച്ചത്. റഷ്യൻ കാലാൾപ്പടയെയും കവചിത വാഹനങ്ങളെയും ലക്ഷ്യമിട്ട് യുക്രൈനിയൻ സൈന്യം ഇത്തരം ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അതേസമയം ഇന്ത്യയുടെ തദ്ദേശീയ ആളില്ല വ്യോമ സംവിധാനമായ ഡ്രോണും ഉപയോഗിച്ച് പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ 55% ഡ്രോണുകളും നിർവീര്യമാക്കാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. എനിക്കിപ്പോൾ രാത്രി ഭയമില്ലാതെ ഉറങ്ങാൻ സാധിക്കും. നിങ്ങൾ അതിർത്തി കാക്കാൻ സജ്ജരാണെന്ന് എനിക്കറിയാം. പുതിയ സംവിധാനം വിജയിച്ചിരിക്കുന്നുവെന്നായിരുന്നു അമിത് ഷാ അതിർത്തി സുരക്ഷാ സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഗുരുത്വ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡാണ് ഡ്രോണും സംവിധാനം വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യൻ എയർഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്ത്യൻ ആർമി എന്നിവയിൽ ഡ്രോണും സംവിധാനം നിലവിൽ ഉപയോഗത്തിലുണ്ട്. ഡ്രോണുകളെ നിർവീര്യമാക്കുന്നതിന് ജാമിംഗ്, റേഡിയോ ഫ്രീക്വൻസി കണ്ടെത്തൽ, നെറ്റ് അധിഷ്ഠിത ക്യാപ്ചർ എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഈ സംവിധാനം ഉപയോഗിച്ചു വരുന്നുണ്ട്. അതേസമയം പ്രതിരോധ രംഗത്തെ മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധത്തിനിടയിലും ഇന്ത്യക്ക് വേണ്ടിയുള്ള ആവശ്യത്തിന് റഷ്യയും യുക്രൈനും ഒന്നിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പുറത്തു വന്നത്. 2016 ഇന്ത്യ റഷ്യയ്ക്ക് ഓർഡർ നൽകിയ 2 നാവിക കപ്പലുകളിൽ ഒന്നായ ഫ്രിഗേറ്റ് INS തുഷിൽ നിർമ്മിക്കാനായിരുന്നു യുദ്ധത്തിനിടയിലും റഷ്യയും യുക്രൈനും ഒന്നിച്ചത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തിങ്കളാഴ്ച മോസ്കോയിൽ എത്തിയപ്പോൾ ഈ കപ്പൽ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തിരുന്നു. 2018 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് INS തുഷിൽ. യുക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യക്കായി നിർമ്മിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധമാണ് വ്യക്തമാക്കുന്നത്. കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ, ഗ്യാസ് ടർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് യുക്രൈനിലാണ്. ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും യുക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്കറ്റ് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുൻപ് ഇന്ത്യ ഇത് യുക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിലെത്തിക്കുകയായിരുന്നു. റഷ്യയിൽ നിന്നുള്ള 2 കപ്പലുകൾക്ക് പുറമെ സമാനമായ 2 എണ്ണം കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു. അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യത.